നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോസ് ഫെമിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ തിരുവചന സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ കർത്താവിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്തൃ സന്നിധാനത്തിൽ ഈ തിരുവചന സന്ദേശം കേൾക്കുന്ന എല്ലാ ബഹുമാന്യരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ തിരുവചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ തിരുവചന സന്ദേശം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ തിരുവചന സന്ദേശത്തിലൂടെ കേൾക്കപ്പെടുന്ന ഓരോ വചനങ്ങളും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിന് ആശ്വാസമായി, അനുഗ്രഹമായി, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് മുൻപോട്ട് പോകുവാൻ ഉത്തേജനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം തുടർന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിലേക്ക് കൈമാറുന്നു. പരിശുദ്ധാത്മാവ് തുടർന്ന് നമ്മളോട് സംസാരിക്കട്ടെ. ആലോചനകളുടെ ദൈവമായി, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനായി, നമ്മുടെ ഭാരങ്ങളെ അറിയുന്നവനായി നമ്മളോട് ഇടപെടുവാനും ആശ്വാസവും നമ്മുടെ വിശ്വാസത്തിന് ജീവൻ പ്രാപിക്കുവാനും പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുവാനൊക്കെ ഇടവരേണ്ടതിനായി ഒരു നിമിഷം സമർപ്പിക്കാം. തിരുവചന സന്ദേശം ആത്മാവിൽ കൈമാറ്റം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുസന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ ഞങ്ങൾ അടുത്തു വരിക. കർത്താവേ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി, സുവിശേഷ ഘോഷണത്തിനായി, സുവിശേഷം ലോകം മുഴുവനും നിറഞ്ഞ് കർത്താവെ ശ്രവിക്കപ്പെടേണ്ടതിനായി വ്യത്യസ്തമായിരിക്കുന്ന മാധ്യമങ്ങളിലൂടെ ദൈവരാജ്യത്തിന് മഹത്വത്തിനു വേണ്ടി ചെയ്തെടുക്കുന്ന ശുശ്രൂഷകളുടെ കൂട്ടത്തിൽ ഈ വാത്സല്യ മക്കൾ ചെയ്തെടുക്കുന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുകയും ഇപ്പോൾ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷകൾ ആത്മാവിലേക്ക് ഞാൻ കൈമാറുകയും ചെയ്യുന്നു. ആത്മാവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ മാധ്യമത്തിലൂടെ ആരുടെയൊക്കെ കാതുകളിൽ ഈ ദൈവവചനം കേൾക്കപ്പെടുന്നുവോ അവരുടെ കാതുകളിൽ കേൾക്കപ്പെടുന്ന വചനം ജീവന്റെ വചനമായി മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ആശ്വാസം നൽകേണ്ടവർക്ക് ആശ്വാസമായി, സമാധാനം നൽകേണ്ടവർക്ക് സമാധാനമായി, പാപമോചനം നൽകേണ്ടവർക്ക് പാപമോചനമായി, പ്രത്യാശ നൽകേണ്ടവർക്ക് പ്രത്യാശ, വിശ്വാസത്തിൽ ശക്തി പകരേണ്ടവർക്ക് വിശ്വാസത്തിൽ ശക്തി പകർന്ന് വിശ്വാസ ജീവിതത്തിൽ മടങ്ങി വരേണ്ടവർ മടങ്ങി വരുവാൻ ഒക്കെ ഇത് കാരണമാകണം. ഒരു മഴ പെയ്യുന്നത് പോലെ പെയ്യുന്ന മഴ വെറുതെ ഭൂമിയിലേക്ക് വന്നു പോകാതെ അത് ഈ ഭൂമിയെ നനയിപ്പിക്കുന്നു. അത് ഈ ഭൂമിയിൽ വീണ് കിടക്കുന്ന വിത്തുകളെ മുളപ്പിക്കുന്നത് പോലെ ഈ തിരുവചനം അതിൻ്റെ മഹത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ആദരങ്ങളെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തണം. മഹത്വം അങ്ങേക്ക്, യേശു കർത്താവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവഴുത്തിലേക്ക് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പ്രവേശിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവചന ഭാഗം നമ്മൾ വായിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമിലുള്ളതായ ദൈവസഭയ്ക്ക് വേണ്ടി ഏകദേശം AD 57 കാലഘട്ടങ്ങളിൽ കൊരിന്തിയിലിരിക്കുമ്പോൾ റോമിലുള്ളതായിരിക്കുന്ന യഹൂദന്മാരും അതുപോലെ തന്നെ വിജാതീയരുമായി ഒന്നിച്ചു ചേർന്ന ആ ദൈവസഭയെ അവരുടെ ഇടയിലുള്ളതായിരിക്കുന്ന ചില ഉപദേശ വിഷയങ്ങളും അവരെ വിശ്വാസത്തിൽ ഒന്നിപ്പിച്ചുകൊണ്ട്, അവരെ ഉപദേശത്തിൽ ഒന്നിപ്പിച്ചുകൊണ്ട്, അങ്ങനെ ദൈവസഭയെക്കുറിച്ചുള്ള ദൈവിക ദർശനത്തിൻ്റെ പൂർത്തീകരണം നിവർത്തിക്കുവാനായി
അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളിൽ ദൈവം ചാലിച്ചു കൊടുത്ത മഹത്വപൂർണമായിരിക്കുന്ന ചില ഉപദേശങ്ങളും അടിസ്ഥാന തത്വങ്ങളൊക്കെ രേഖപ്പെടുത്തിയാണ് ഈ റോമലേഖനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ വിഷയം പാപമാണ്. പാപം എല്ലാ ആളുകളും എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഉള്ളിൽ ഒരു ധാരണയുണ്ട്, അവർ നീതീകരിക്കപ്പെട്ടവരായിരിക്കുന്നു, ന്യായപ്രമാണം കൊണ്ട് അവർ നീതീകരിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അവരുടെ ഉള്ളിൽ ഭവിക്കുമ്പോൾ വിജാതീയരായി കടന്നു വന്നിരിക്കുന്നവരെ മറ്റൊരു നിലവാരത്തിൽ ദർശിക്കുന്ന ഒരു പശ്ചാത്തലങ്ങളൊക്കെ കണ്ടുവരുന്നത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദം അവിടെ പറയുന്നത്, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിജാതീയരായിരുന്നാലും യഹൂദന്മാരായിരുന്നാലും എല്ലാവരും പാപികളാണ്. അപ്പോൾ സകലരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായുള്ള മാർഗമാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലൂടെ നമ്മൾക്ക് തന്നിലുള്ള വിശ്വാസത്താൽ നീതീകരണം നമുക്കായി ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ലഭിക്കുന്നു എന്നുള്ള അതിപ്രധാനമായിരിക്കുന്ന തത്വമാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ റോമ ലേഖനത്തിലൂടെ വിശ്വാസത്താലുള്ള നീതീകരണം. നമുക്കറിയാം, പാപത്തിനടിമപ്പെട്ടുപോയ മാനവകുലം, ഈ മാനവകുലത്തിന്റെ പാപത്തിന്റെ അടിമത്തത്തിന്റെ കഠിനത നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് പ്രത്യക്ഷനായിട്ട് ജീവപര്യന്തം അടിമകളായിരുന്ന നമ്മയൊക്കെയും തന്റെ മരണത്തിന്റെ അധികാരിയായ പിശാചിൽ നിന്ന് നമ്മെ വിടുവിച്ചു എന്നാണ് 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പാപത്തിന്റെ പരിണിത ഫലം ചെറുതല്ല. ഏദൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങിയ പാപത്തിന്റെ ആ ഒരു പരിണിത ഫലം എന്ന് പറയുമ്പോൾ അത് ഒട്ടനവധി നഷ്ടങ്ങളുടെ പരമ്പരയാണ് അവരുടെ ജീവിതത്തിന്റെ മുമ്പിൽ വരുത്തി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് ദൈവ തേജസ്സാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ദൈവം അവരെ ആവരണം ചെയ്തിരുന്ന ഒരു ദൈവ തേജസ് അവർക്ക് നഷ്ടമായി. ആ നഷ്ടമായത് നിമിത്തം അവർ നഗ്നരെന്ന് അവരെ തന്നെ കണ്ടു. അവർ ഓടി, അവർ മരത്തെ ആശ്രയിച്ചു, അവർ അത്തിയല ഉടുപ്പാക്കി മാറ്റുവാൻ ശ്രമിച്ചതായി കാണുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവ തേജസ് അവർക്ക് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ദൈവം അവർക്ക് കൊടുത്ത അതിമനോഹരമായിരുന്ന ഒരു ഏദൻ തോട്ടമുണ്ടായിരുന്നു, അതവർക്ക് നഷ്ടമായി. മൂന്നാമതായി, അവർക്ക് ദൈവം കൊടുത്ത ഒരു അധികാരം ഉണ്ടായിരുന്നു, അതവർക്ക് നഷ്ടമായി. നാലാമതായി, ദൈവമായുള്ള കൂട്ടായ്മ ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു. അഞ്ചാമതായി, അവർക്ക് മരണമില്ലാത്തൊരു ജീവിതം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ഇങ്ങനെ പാപം എന്ന ആ 2 അക്ഷരത്തിന്റെ കഠിനത ഏറ്റവും വലിയതായിരുന്നു. ആ പാപം നിമിത്തം അവർ ഇത്ര വലിയ നഷ്ടങ്ങൾക്ക് അവർ അടിമകളായി മാറി. അപ്പോൾ തന്നെ മാനവകുലത്തിലേക്ക് കടന്നു വന്ന പാപം നമ്മിലേക്ക് പ്രവേശിച്ചു. റോമാലേഖനം തന്നെ ആ പാപത്തിന്റെ അനുഭവത്തെക്കുറിച്ച് ആദാമിൽ നിന്ന് എടുത്തു പറയുന്നു. 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേഖനാൽ പാപവും പാപത്താൽ മരണവും ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ, അപ്പോൾ നോക്കണം, പാപത്തെ 2 ഭാഗമായി വേർതിരിച്ചു. ഒന്ന്, പാപം ജന്മപാപമാണ്, അതാണ് ആദാമ്യ പാപം. ആ ആദാമ്യ പാപത്തിന്റെ അനുഭവമാണ് എല്ലാവരും പാപികളായി തീർന്നു എന്നുള്ളത്. പക്ഷേ ആ പാപം ജന്മപാപമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനോടുകൂടെ പാപവും ജനിക്കുന്നു എന്നുള്ള ഒരു വസ്തുത നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ ജനിക്കപ്പെട്ടതായ കുഞ്ഞിൽ പാപം അവന്റെ ജീവിതത്തെ, അവന്റെ കാലഘട്ടങ്ങൾ, അവന്റെ വളർച്ചയുടെ കാലഘട്ടങ്ങൾ, അവൻ തിരിച്ചറിവിന്റെ കാലഘട്ടങ്ങൾ വന്നു. അവൻ നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും തിരിച്ചറിയാനുള്ള ഒരു കാലം വന്നു. ആ തിരിച്ചറിവിന്റെ കാലം വന്നിട്ട് നന്മ ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുകയും നന്മ ചെയ്യാതിരിക്കുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ അവനും പാപികളായി മാറി. അപ്പോൾ കർമ്മപാപം അവന്റെ ജീവിതത്തിൽ നിന്ന് ഉടലെടുത്തു. ജന്മപാപം ഒരുപക്ഷെ ദൈവം കണക്കിടപ്പെടുന്നില്ല.
പക്ഷേ അവൻ കർമ്മപാപത്തിലേക്ക് വന്നു, അവനും ചെയ്യുകയാൽ പാപികളായിത്തീർന്നു. അങ്ങനെ പാപികളായിത്തീർന്ന നാമും നമ്മുടെ ജീവിതത്തിലും അടിമത്തം, പിശാചിന്റെ അഥവാ പാപത്തിന്റെ അധികാരിയായ പിശാചിന്റെ അടിമത്തം നമ്മുടെ ജീവിതത്തെ കുടിക്കും. ആ പാപത്തിന് അടിമകളായി മാറിയ മാനവകുലത്തെ രക്ഷിക്കുവാൻ മറ്റൊരു മാർഗവും ദൈവം കണ്ടില്ല. ദൈവം ഒരിക്കലുമില്ല. ദൈവം ഒരിക്കത് സ്വന്തം പുത്രനിലൂടെ നമുക്ക് നൽകപ്പെട്ട പരിഹാര മാർഗമാണ്. അതാണ് കാൽവറി ക്രൂശിലൂടെയുള്ള യേശുക്രിസ്തുവിന്റെ പരമയാഗം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ യേശുക്രിസ്തുവിന്റെ ആ കാൽവറി ക്രൂശിന്റെ ആ വ്യക്തതയും അതിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്ന അനുഭവങ്ങളും, അങ്ങനെ പുതിയ നിയമ വ്യവസ്ഥകൾ, പുതിയ നിയമ കൽപ്പനകൾ, പുതിയ നിയമ അടിസ്ഥാന ഉപദേശങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ട് ഒരുവൻ മാനസാന്തരത്തിലേക്ക് വരികയും മാനസാന്തരത്തിലേക്ക് വരുന്നവൻ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്യപ്പെടുന്ന ആ ഒരു കൽപ്പന വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അവൻ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും അവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവമാണ് റോമാലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, അതിന്റെ പ്രധാനപ്പെട്ടതായ അതിന്റെ വസ്തുത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വളരെ വേഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. അപ്പോസ്തലനായ പൗലോസ് 8-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 8-ാം അധ്യായത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന ഒരു വാക്കത്തോടു കൂടെയാണ് അവൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 6-ാം അധ്യായം അവൻ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നവരുടെ ആ ദൈവികമായിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചും ആ കൽപ്പനയിലൂടെ നമുക്ക് ലഭിക്കുന്ന വീണ്ടും ജനനത്തെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വരാനിരിക്കുന്ന മഹത്വപൂർണമായിരിക്കുന്ന ഒരു തേജസ്സിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ വരാനിരിക്കുന്ന തേജസ്സിന്റെ മൂല്യം എത്ര വലുതായിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് താൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അത് വിചാരിച്ചാൽ ഇവിടെ പറയുന്നു, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികമായി കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 25 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ താൻ കടന്നുപോയ കഷ്ടതയുടെയും വേദനയുടെയും സങ്കടങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും ഒക്കെ ആഴം എന്ന് പറയുന്നത്, തീവ്രത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. എന്നാൽ അതൊന്നും തനിക്ക് സാരമില്ല എന്ന് എണ്ണുന്നവനായി മാറുമ്പോൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന വരാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ ആഴം എത്ര വലുതായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന ഈ പൗലോസിനെ ഒരു കാലത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുക. ആ കാലം ശൗൽ എന്ന ജീവിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ വെളിപ്പാടിനൊക്കെ അങ്ങ് അകലെയായി ജീവിച്ചിരുന്ന കാലമാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കാതെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന് പകരം ന്യായപ്രമാണത്തിന്റെ ആ തീവ്രതയിൽ ശുഷ്കാന്തി പൂണ്ടുകൊണ്ട് ഈ മാർഗക്കാരെ തച്ചുടയ്ക്കുവാൻ വേണ്ടി ദമസ്കോസിലേക്ക് അധികാരപത്രവുമായി ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യനാണ്. ഈ മാർഗക്കാരെ ഇല്ലാതാക്കുമെന്നുള്ള ഒറ്റ തീർച്ചപ്പെടുത്തലോടുകൂടെ ഇറങ്ങി വന്ന മനുഷ്യനാണ്. അങ്ങനെ ഇറങ്ങി വന്ന ആ മനുഷ്യത്വം പാതി വഴിയിൽ താൻ ദമസ്കോസിനെ സമീപിക്കുമ്പോൾ തന്റെ മേലൊരു വെളിച്ചം പ്രകാശിക്കുകയാണ്. ആ വെളിച്ചം കൊണ്ട് താൻ വാഹന മൃഗത്തിൽ നിന്ന് താഴെ വീഴുകയാണ്. തന്റെ കാഴ്ചകൾ നഷ്ടപ്പെടുകയാണ്. താനൊരു ശബ്ദം കേൾക്കപ്പെടുകയാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. ഈ ശബ്ദം കേട്ടതിന്റെ മാത്രയിൽ നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിക്കും, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു എന്ന് പറയും, ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ വാസ്തവത്തിൽ പറഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ഒരു വെളിപ്പാട്, ഒരു ദർശനം
തനിക്ക് ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ മാർഗത്തെ തച്ചുടയ്ക്കുവാനുള്ള തന്റെ തീവ്രമായിരിക്കുന്ന തീരുമാനത്തെ തച്ചുടച്ചുകൊണ്ട് കർത്താവ് തന്നെ സ്പർശിക്കുമ്പോൾ ആ സ്പർശനം ഏറ്റെടുത്ത താൻ പിന്നെ അനന്യാസിന്റെ പ്രാർത്ഥനയിലൂടെ തനിക്ക് വിടുതൽ പ്രാപിക്കുകയും ശേഷമായ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തിൽ ഭർണ്ണബാസിനെയും ശൗലിനെയും വിളിച്ച വേലയ്ക്കായി അവരെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ നിയോഗപ്രകാരം വേർതിരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ കാണുന്നത് തനിക്ക് ആ വ്യക്തമായ യേശുവിനെ കുറിച്ചുള്ള യേശുവിന്റെ മാർഗത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു ദർശനം തനിക്ക് ലഭിക്കുന്നതിന് മുൻപ് യേശുവിന്റെ മാർഗം ഏതുവിധേനയും തകർക്കണം എന്നുള്ളതായ ഒരനുഭവത്തിലായിരുന്നു. താൻ അത് രക്ഷിക്കപ്പെട്ടു വന്നതിന് ശേഷം താൻ കാഴ്ചപ്പാടോടുകൂടെ വെളിപ്പാടോടുകൂടെ താൻ ലേഖനങ്ങൾ എഴുതുമ്പോൾ താൻ പറയുന്നുണ്ട്, തിമോഥെയോസിന്റെ ലേഖനമൊക്കെ എഴുതുമ്പോൾ, ഞാൻ മുമ്പേ ദൂഷകനും ഉപദ്രവിയുമായിരുന്നു. അത് അവിശ്വാസത്തിൽ ഞാൻ ചെയ്തതാണ്. ഞാൻ സഭയെ പേടിപ്പിച്ചവനായിരുന്നു. അത് ഞാൻ എൻ്റെ അറിവില്ലായ്മയില്ല, ഞാൻ എൻ്റെ അവിശ്വാസത്തിൽ ചെയ്തു പോയതാണ്. അപ്പോൾ യഥാർത്ഥമായ ദർശനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഈ വാക്യത്തിലൂടെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യത, എന്താണ് യഥാർത്ഥ പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് പറയുന്നത്? ഈ ലോകത്തിൽ ഈ പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് പറയുന്നത്, ലോകം നോക്കുമ്പോൾ നമ്മൾ വെള്ളവസ്ത്രം ധരിച്ചവരായി, കാതിലും കഴുത്തിലും ഒന്നും ഇടാത്തവരായി, നമ്മളിങ്ങനെ ബഹളം ഉണ്ടാക്കി, ഒച്ച ഉണ്ടാക്കി, ആളുകൾക്ക് സ്വസ്ഥതയില്ലായ്മ വരുത്തിയൊക്കെ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം, ഒരു ഗണമായി, ഒരു കൂട്ടമായി നമ്മെ ജനം അങ്ങ് വിചാരിക്കുകയാണ്. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലയിൽ ഒരു ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് ചെല്ലിയ ആ ബൈബിൾ ക്ലാസ് എടുക്കാൻ ചെന്ന് ആദ്യത്തെ ക്ലാസ് മറ്റൊരു ദൈവദാസൻ എടുത്തു. സെക്കൻഡ് സെക്ഷൻ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ആ എടുക്കാനായിട്ട് കടന്നു ചെന്ന സമയത്ത് ആ ദൈവദാസൻ രാവിലെ പഠിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരി എന്നെ സമീപിച്ചിട്ട് എന്നോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവിടെ ചോദ്യം, പാസ്റ്റർ, സുവിശേഷ വിരോധികളുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അവർ പറഞ്ഞു, കഴിഞ്ഞ സെക്ഷനിൽ പഠിപ്പിച്ച ഞങ്ങളുടെ സാറ് പറഞ്ഞു സുവിശേഷ വിരോധികളില്ല. അപ്പം ഞാൻ പറഞ്ഞു, ആ ദൈവദാസൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പഠിപ്പിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിനാണ് അതറിയുന്നത്. എങ്കിലും അദ്ദേഹത്തോട് ചോദിക്കേണ്ടതായിരുന്നു. എങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അതിനൊരു മറുപടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, സുവിശേഷം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് പദം എന്താണ്? അപ്പൊ അവർ പറഞ്ഞു ഗുഡ് ന്യൂസ്. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, ഗുഡ് ന്യൂസ് എന്ന പദത്തെ നമുക്ക് വീണ്ടും മലയാളത്തിലേക്ക് അതിനെ മലയാളവൽക്കരിച്ചാൽ എന്തു പറയും? നല്ല വാർത്ത. നല്ല വാർത്ത എന്ന വാക്കിന് നമ്മൾ എടുത്താൽ, നല്ല വാർത്തയ്ക്ക് ശത്രുക്കളുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. നല്ല വാർത്തയ്ക്ക് ശത്രുക്കളേ ഇല്ല. അപ്പൊ പിന്നെ സുവിശേഷത്തിന് ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാലോ? സുവിശേഷത്തിന് എതിരാളികളുണ്ട്, ശത്രുക്കളുണ്ട്, അതിനോട് എതിർക്കാൻ ആളുകളുണ്ട്. അപ്പോൾ എന്താണ്? ഇത് രണ്ടും വൈരുദ്ധ്യമാണല്ലോ. അപ്പോൾ ഓർക്കേണ്ടത്, സുവിശേഷം എന്ന് പറയുന്നത് നല്ല വാർത്തയാണ്. നല്ല വാർത്തയാണെന്ന് തിരിച്ചറിയുന്നവൻ ഇതിനോട് ശത്രുത കാണിക്കില്ല. പക്ഷേ പിന്നെ ആരാണ് ഇതിനോട് ശത്രുത കാണിക്കുന്നത്? ഇത് നല്ല വാർത്തയായി, ഇതെന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മാർഗമാണ്, ഇത് ഞാൻ അനുസരിക്കേണ്ടതാണ്, ഇത് ഞാൻ കേൾക്കേണ്ടതാണ്, ഇത് വിശ്വസിക്കേണ്ടതാണ്, ഈ വചനത്തിന്റെ, ഈ സുവിശേഷത്തിന്റെ പാത ഞാൻ പിൻപറ്റേണ്ടതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാത്തവന്, അതാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ എഴുതി, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. അപ്പോൾ സുവിശേഷം നല്ല വാർത്തയായി തിരിച്ചറിയാനുള്ള ഒരു സ്ഥിതിവിശേഷം ലോകത്തിനില്ല. അവരുടെ കണ്ണുകൾ കുരുടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അവരുടെ ഉള്ളിൽ വരുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇതൊരു മതം മാറ്റ പ്രക്രിയയാണ്, ഇത് മതപരിവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇതിനോട് അവർ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ നല്ല വാർത്തയ്ക്ക് ശത്രുക്കളില്ല. നല്ല വാർത്തയാണെന്ന് ഇത് ലോകം അറിഞ്ഞാൽ ഇതെന്നെ അവർ സ്വീകരിക്കും. പക്ഷേ അത് അറിയാതിരിക്കാൻ പിശാച് അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കും. അതുകൊണ്ട് അവർക്ക് ഇതിനെ നല്ലതായി കാണാൻ കഴിയാതെ അതിനെ മറ്റൊരു ആശയത്തിൽ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഇത് മതപരിവർത്തനമായി കണ്ടുകൊണ്ട് ജനം അതിനോട് എതിർക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം,
അപ്പോസ്തലനായ പൗലോസിന് യഥാർത്ഥമായ ഒരു വെളിപ്പാട് ലഭിക്കുന്നതിന് മുൻപ് ഇതിനോട് എതിർപ്പും ഇതിനോട് വെറുപ്പും ഇതിനോട് ക്രൂരതയും തോന്നിയെങ്കിൽ അതേ ശൗൽ മാനസാന്തരപ്പെടുവാൻ കാരണമായപ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ ഒരു വെളിച്ചത്തിന്റെ പ്രവൃത്തി അവനിൽ വന്നപ്പോൾ അവൻ മാനസാന്തരപ്പെട്ടു, അവന്റെ കണ്ണു തുറന്നു, അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. അവൻ ദൈവം മാനവജാതിക്കൊരുക്കിയ രക്ഷയുടെ മാർഗമാണ് ഇതെന്ന് അവന്റെ ഹൃദയത്തിൽ വിശ്വസിക്കാൻ അവന് കഴിഞ്ഞു. അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞതിന്റെ ബേസിൽ അവൻ അവന്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനെ ഉപദ്രവിക്കാൻ ഇറങ്ങിത്തിരിച്ചോ ആ മാർഗത്തിനു വേണ്ടി ജീവിതത്തിൽ അവസാനം വരെ, മരണം വരെ ഉപദ്രവമേൽക്കുവാൻ ഈ ശരീരം അവൻ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ പറയുന്നുണ്ട്, എനിക്കുള്ളതിനെല്ലാം, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് 3-ാം അധ്യായത്തിൽ പറയുന്നത്, ഇതെല്ലാം ചവറെന്നും ഛേദമെന്നൊക്കെ ഞാൻ എണ്ണിക്കൊണ്ടാണ് ഞാൻ ഇറങ്ങിച്ചിരിക്കുന്നത്. കാരണം തനിക്ക് ലഭിച്ച വെളിപ്പാട് അത്ര വലുതാ. വാത്സല്യ ദൈവമക്കളെ, നമുക്കൊരു വെളിപ്പാടിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സഹനം കൊണ്ട് പണിയപ്പെട്ടതെന്ന് നമുക്ക് പറയേണ്ടി, സഹനമാണ്. പക്ഷേ സഹനത്തിന്റെ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. കഷ്ടപ്പാടുകളുടെ ഒരു അനുഭവങ്ങളാണ് നമുക്കിതിനകത്തുള്ളത്. പക്ഷേ സഹനത്തിന്റെ ജീവിതമാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, സഹനം ഒരു സമരത്തിന്റെ മാർഗമായി മാറുവാൻ ഒരിക്കലും ഇടവരരുത്. സമരത്തിലേക്ക് മാറുക. ഇസ്രായേൽ ജനത്തിന് പറ്റിപ്പോയ ഒരു പരാജയത്തെ നാം വിലയിരുത്തിയാൽ അവരുടെ ജീവിതത്തിൽ വന്ന പലപ്പോഴും അവർക്ക് ആഞ്ഞടിച്ച സഹനത്തിന്റെ അനുഭവങ്ങൾ അവർക്ക് സമരമുറകളായി മാറി. അവർ അതിനെ മത്സരിക്കുവാനും അതിനെ അവർ എതിർക്കുവാനും അതിനെ അവർ പിറുപിറുപ്പിനൊക്കെ കാരണമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവർക്ക് സഹനത്തിന് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് ഒരു തേജസ് വരാനുണ്ട്. അവർക്ക് വരാനുള്ള തേജസ് എന്താണ്? അവർക്ക് വരാനുള്ള തേജസ് കനാൻ ദേശമാണ്. പാലും തേനും ഒഴുകുന്ന സമൃദ്ധമായ കനാൻ ദേശം അവർക്ക് വരാനുണ്ട്. പക്ഷെ ആ കനാൻ ദേശം അവർക്ക് അനുഭവിക്കാൻ കഴിയാത്തതുപോലെ സംഭവിച്ചത് മരുഭൂമിയിൽ കടന്നു വന്ന കഷ്ടതയുടെ കാലങ്ങളാണ്. ആ സഹനങ്ങളെ അവർ സഹനമായി ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് സംഭവിച്ചത്, അവർക്ക് വരാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ച് അവർ വിചാരിച്ചുകൊണ്ട് ഈ മരുഭൂമി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേവലം സഞ്ചാരപാത മാത്രമാണ്, ഇവിടെയുള്ളത് ലഘുവായ കഷ്ടങ്ങളാണ് എന്ന് ചിന്തിക്കേണ്ടതിന് പകരം ആ മരുഭൂമിയിൽ ആഞ്ഞടിച്ച സഹനങ്ങൾ അവർ സമരമുറകളാക്കി മാറ്റി. അത് എതിർക്കുവാനുള്ള, അത് പോരാടുവാനുള്ള ഒരു മാർഗമായി അതിനെ ഉപയോഗിച്ചു. അതിന്റെ മുമ്പിൽ സഹനത്തോടെ നിൽക്കുമായിരുന്നെങ്കിൽ അതിലേക്ക് നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത്, ഈ പുതിയ നിയമസഭയിൽ ആവശ്യമായിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് കാൽവറി ക്രൂശിന്റെ ദർശനമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആവശ്യമായിരിക്കും. നമ്മൾ സഹനത്തിന്റെ, കഷ്ടതയുടെ ആ ജീവിത പാന്താവിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. നമ്മൾ ഓർക്കണം, നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കാനിരിക്കുന്ന ഒരു തേജസ്സുണ്ട്. അപ്പോൾ തന്നെ ലഭിച്ച തേജസ്സിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. കാരണം അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ നോക്കിക്കാൻ, നമുക്ക് വെളിപ്പെട്ട ഒരു തേജസ്സുണ്ട്. ആ തേജസ്സിന്റെ മഹത്വം എന്താക്കി മാറ്റിയെന്നറിയാമോ? അന്ധകാരത്തിൽ ജീവിച്ച, അർത്ഥമില്ലാത്ത ജീവിതം, സമാധാനമില്ലാത്ത ജീവിതം, തകർന്നടിച്ച ജീവിതം, പാവത്തിന്റെ അടിമത്തത്തിൽ നമ്മൾ അടിമപ്പെട്ട് കിടന്ന ജീവിതത്തിൽ നിന്ന് നമുക്കൊരു അത്ഭുത പ്രകാശത്തിലേക്കൊരു ജീവിതമാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തത്. ഇത് ക്രൂശിന്റെ മാർഗത്തിലൂടെയാണ്, ക്രൂശിലൂടെയാണ് ദൈവം നമുക്ക് ആ മാർഗം ഒരുക്കി തന്നെ. ആ സഹനത്തിന്റെ ആ അനുഭവം നമുക്ക് കാൽവറി ക്രൂശിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവമക്കളെ, കാൽവറി ക്രൂശിൽ കിടക്കുന്നത് ആരാ? നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, കാൽവറി ക്രൂശിൽ കിടക്കുന്നത് ആരാ? ആ കാൽവറി ക്രൂശിൽ കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് ലോകം വെല്ലുവിളിക്കുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. കാൽവറി ക്രൂശിൽ തന്നോട് ഇടത്തുവലത്ത് കിടക്കുന്ന കള്ളന്മാരിൽ ഒരുവനും പറഞ്ഞു, നീ നിന്നെ രക്ഷിക്കേ, ഞങ്ങളെ രക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ, ഈ അഖിലാണ്ടത്തെ ചമച്ചുണ്ടാക്കിയവൻ ഒരു മനുഷ്യരൂപത്തിൽ കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ അവിടെ കിടന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ ദൈവമക്കളെ സംഭവിക്കാതെ ഇരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ മനുഷ്യപുത്രനെ പോലെ ലോകത്തിൽ നിസ്സഹായകനായവൻ കിടന്നുകൊടുത്തതിന്റെ കാരണം കഴിവില്ലാഞ്ഞിട്ടല്ല. ഈ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു തേജസ്സിന്റെ അനുഭവമുണ്ട്. ആ തേജസ്സിനായി
താൻ നമുക്ക് വേണ്ടി യാഗമായി തീരുക, തകർക്കപ്പെടുക, ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയാണ്. ആ കാൽവറി ക്രൂശിന്റെ മാർഗത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവമക്കളെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന പട്ടണം വിട്ടിട്ട് ഈ ഒറീസയുടെ തെരുവുകളിൽ കുഷ്ഠരോഗത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരെ വീണ്ടെടുത്ത് അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഇറങ്ങി വന്ന മിഷണറി കുടുംബത്തിലെ പിതാവിനെ ഈ 2 കുഞ്ഞുങ്ങളെയും ചുട്ടുകരിച്ചു കൊന്നതായിരിക്കുന്ന ആ ഘാതകന്റെ മുമ്പിൽ ആ വാത്സല്യ ദൈവദാസിയെ നിർത്തിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ഭർത്താവിനെയും ഈ പറയുന്നതായ കുഞ്ഞുങ്ങളെയും ചുട്ടുകരിച്ചു കൊന്ന ഈ ഘാതകന് ഞാൻ എന്ത് കുറ്റം വിധിക്കണമെന്ന് കോടതി ചോദിക്കുമ്പോൾ ആ വാത്സല്യ ദൈവദാസിയുടെ അധരങ്ങൾ പറഞ്ഞത്, എന്റെ കർത്താവ് കാൽവറി ക്രൂശിൽ ക്ഷമ എന്താണെന്ന് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനും അവനോട് ക്ഷമിച്ചിരിക്കുന്ന ജീവിതം സഹനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാ സ്വപ്നങ്ങളും തകർന്നുപോയ ആ വാത്സല്യ ദൈവദാസി പകരം വീട്ടലും സഹന സമരമുറയാക്കി മാറ്റിയില്ലേ. അവർ പറഞ്ഞു, എനിക്ക് അവനോട് ക്ഷമിക്കാൻ. ഈ അടുത്ത ദിവസത്തിൽ നമുക്കറിയാം അമേരിക്കയിൽ മരണമടഞ്ഞ ആ മഹത്വപൂർണനായിരിക്കുന്ന സുവിശേഷകന്റെ ഭാര്യയായിരിക്കുന്ന സഹോദരി ആ ഘാതക ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവിനെ വെടിവെച്ചു കൊന്ന ആ ചെറുപ്പക്കാരനോട് ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ സഹനത്തിലേക്കുള്ള കാൽവെപ്പ് ലഭിച്ചത്? കാൽവറി ക്രൂശിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ അവിടെ ഒരു വാക്കുകൊണ്ട് സമുദ്ര സൃഷ്ടിച്ചവനും, ഒരു വാക്കുകൊണ്ട് ആകാശത്തെ സൃഷ്ടിച്ചവനും, ഭൂമിയെ സൃഷ്ടിച്ചവനും, ഒരു വാക്കുകൊണ്ട് സമുദ്രത്തിന്റെ സകലവിധമായ അധികാരത്തെ കെടുത്തി ശാന്തത വരുത്തിയവനും, മരിച്ചവരെ ഉയർപ്പിച്ചവനും, ഈ ഭൂമിയിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങൾ ചെയ്ത് ദൈവമക്കളെ കുരുടരെ കാഴ്ച കൊടുത്ത്, കണ്ണുനീരിലാണ്ടവരെ കണ്ണുനീർ തുടച്ച് സമാധാനം നൽകിക്കൊടുത്തുകൊണ്ട് ഈ ലോകത്തിൽ ശക്തനായി നിലനിന്ന ഒരുവൻ ആ കാൽവറി ക്രൂശിൽ ഒരു കുഞ്ഞാടിനെ പോലെ നമുക്ക് വേണ്ടി ബലഹീനനായി ക്രൂശിക്കപ്പെട്ട് ആ കാൽവറി ക്രൂശിൽ കിടന്ന് ദൈവമക്കളെ അവസാനത്തുള്ളി രക്തം വരെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഊറ്റി തന്നുകൊണ്ട് കിടക്കുമ്പോൾ വേദനയിൽ പുളയുന്ന ശരീരത്തിനകത്ത് നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് തനിക്കറിഞ്ഞുകൂടെ അടുത്ത ദിവസത്തിൽ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ മറുപടി കൊടുക്കാമെന്നൊക്കെ തനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ താൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ വാക്കുകൊണ്ട് നാം ഈ കാൽവറി ക്രൂശിൽ കിടക്കുന്ന അരുമനാഥനാണ് നമ്മുടെ ഹല്ലേലൂയ മാതൃക എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു വെളിപ്പാട് നമുക്ക് ലഭിച്ചാൽ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് ക്രൂശിന്റെ മാർഗമാണ്. ഇത് ക്രിസ്തുവിന്റെ മാർഗം, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത്, ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ക്രൂശിന്റെ മാർഗമാണ്. ക്രൂശിന്റെ മാർഗത്തിൽ കഷ്ടതകളുണ്ട്, അതിൽ സഹനത്തിന്റെ അനുഭവങ്ങളുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ സഹനം ഒരിക്കലും സമരമുറയാക്കരുത്. അത് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാനും അടുത്തത് നമുക്ക് വരാനിരിക്കുന്നു. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു കഴിഞ്ഞാൽ കല്ലറയിൽ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെടും. പക്ഷേ പാറയിൽ വെട്ടിയ കല്ലറയ, രക്തം പിടിച്ചെടുക്കാൻ അനുവാദമില്ലാത്തൊരു കല്ലറയ. 3-ാം ദിനത്തിൽ പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച് പുറത്തേക്ക് വരുമ്പോൾ ആ യേശു കർത്താവ് ആരായി മാറുന്നറിയാമോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ സകല നാമത്തിലും മേലായ നാമം പ്രാപിച്ചവനാവും, സകല മുഴങ്കാലും മടങ്ങുന്നവനാവും, സകല നാമം യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റു പറയുന്നവനായി തീരുമെങ്കിൽ ഇന്ന് ഈ വൈകിയ തിരുവചന സന്ദേശം കേൾക്കുമ്പോൾ ഓർക്കുക, ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും സാരമല്ല. കാരണം ഇത് നമുക്ക് വരാനിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസമുണ്ട്. ആ ദിവസം നമുക്ക് വരാനുള്ളത് ഒരു തേജസ്സിന്റെ ദിവസമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവസഭ കഷ്ടതയുടെയും സങ്കടത്തിന്റെയും വേദനയുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുക. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കുന്നവൻ തന്നെത്താൻ ത്യജിക്കപ്പെടണമെന്നും ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കണമെന്നൊക്കെയാണ് കർത്താവിന്റെ അരുളപ്പാടുള്ളത്. അങ്ങനെ തന്നെത്താൻ ത്യജിച്ച് വേദനയിലും സങ്കടത്തിലും കർത്താവിന്റെ നാമനിമിത്തം കഷ്ടവും നിന്ദയും സങ്കടവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിതം ദൈവമക്കൾ ഒരു മരുഭൂയാത്രയാണ്. മരുഭൂമിയിൽ നമ്മൾ കെട്ടിടം പണിത് താമസിക്കുന്നവരല്ല, അതൊരു യാത്രയുടെ ഇടമാണ്. ഈ മരുഭൂമിയിൽ നിന്ന് നമുക്ക് ഇടമുള്ളത് തേജസ്സിന്റെ ഇടമായിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് താരതമ്യപ്പെടുത്തിയാൽ തേജസ്സിന്റെ ഇടമായിരിക്കുന്ന ഒരു കനാനുള്ളതുപോലെ നമുക്കൊരു നിത്യതയാണ് നമുക്ക് വേണ്ടി ഒരുക്കപ്പെടാനുള്ളത്. ആ നിത്യതയെ കുറിച്ചും ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഈ കഷ്ടങ്ങളല്ല നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ ഇടം കൊടുക്കാതെ, വിശ്വാസ ജീവിതത്തെ ഈ കഷ്ടതകളൊക്കെ ഇയ്യോബ് പറയുന്ന പോലെ ഈ കഷ്ടതയൊക്കെ ഞാൻ പൊന്നുപോലെ പുറത്തു വരുവാനുള്ള ഒരു മാർഗമായി മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം നമുക്ക് കെട്ടുറപ്പോടെ യഥാർത്ഥമായ പെന്തക്കോസ്തിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ക്രൂശിന്റെ ദർശനം പ്രാപിച്ചുകൊണ്ട് ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും കർത്താവ് പറഞ്ഞു, ഞാൻ ജയിച്ചവരാണ്, ലോകത്തെ ജയിച്ചവരാണ്, ഈ കഷ്ടതയെ ജയിച്ചവരാണ്. ആ കർത്താവിനോട് ചാരിക്കൊണ്ട് ഈ ലോകത്തിലെ കഷ്ടതയ്ക്ക് ഹല്ലേലൂയ നാം കാൽക്കീഴിലാക്കിക്കൊണ്ട് അതിനെ വിജയിച്ച് നല്ല നിത്യതയ്ക്ക് വേണ്ടി, നല്ല തേജസ്സിന് വരാനിരിക്കുന്ന തേജസ്സിന് വേണ്ടി ആത്മാവിൽ മുന്നേറാൻ കർത്താവിന്റെ വരവെടുത്തു. ആ വരവെങ്കിൽ എടുക്കപ്പെട്ട് ആ കർത്താവിനോട് ചേർന്ന് നിത്യതയിൽ ജീവിക്കുവാൻ നമുക്ക് ദൈവം എല്ലാ കൃപയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് അവസരങ്ങൾ നൽകി തന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. മേ ഗോഡ് ബ്ലെസ്.